കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം എത്രയോ ക്ഷമിച്ചു എൻ പാപങ്ങൾ ദൈവമേ എണ്ണിയാലൊതുങ്ങിടുമോ എത്രയോ ക്ഷമിച്ചു എൻ പാപങ്ങൾ ദൈവമേ എണ്ണിയാലൊതുങ്ങിടുമോ നിത്യവും നിന്നോടെ പാദം ഉണർന്നു ഞാൻ നിത്യവും നിന്നോടെ പാദം ഉണർന്നു ഞാൻ അലിവോടെ എനിക്കു നീ മാപ്പു തന്നിടും എത്രയോ ക്ഷമിച്ചു എൻ പാപങ്ങൾ ദൈവമേ എണ്ണിയാലൊതുങ്ങിടുമോ സ്നേഹിക്കും പാരിൻ്റെ പാലകനേ സ്നേഹമാം നിൻ കരം നീട്ടിയില്ലെങ്കിൽ സ്നേഹമാം നിൻ കരം നീട്ടിയില്ലെങ്കിൽ വാടി വരണ്ടു ഞാൻ ആകെ തളർന്നിടും എത്രയോ ക്ഷമിച്ചു എൻ പാപങ്ങൾ ദൈവമേ എണ്ണിയാലൊതുങ്ങിടുമോ എങ്ങനെ നിന്നെ ഞാൻ സ്നേഹിക്കും ദൈവമേ വീഴ്ത്തുന്നു ലോകമെന്നെ സ്നേഹമാം നിൻ കരം നീട്ടിയില്ലെങ്കിൽ സ്നേഹമാം നിൻ കരം നീട്ടിയില്ലെങ്കിൽ വാടി വരണ്ടു ഞാൻ ആകെ
തളർന്നിടും. എത്രയോ ക്ഷമിച്ചു എൻ പാപങ്ങൾ ദൈവമേ, എണ്ണിയാലൊതുങ്ങിടുമോ? ദുഷ്ടരു കൂട്ടായേറെ ഞാൻ അലഞ്ഞേ, സ്നേഹമാം എന്നാഥനേ. സ്നേഹമാം നിൻ കരം നീട്ടിയില്ലെങ്കിൽ, സ്നേഹമാം നിൻ കരം നീട്ടിയില്ലെങ്കിൽ വാടി വരണ്ടു ഞാൻ ആകെ തളർന്നിടും. എത്രയോ ക്ഷമിച്ചു എൻ പാപങ്ങൾ ദൈവമേ, എണ്ണിയാലൊതുങ്ങിടുമോ? എത്രയോ ക്ഷമിച്ചുവൻ പാപങ്ങൾ ദൈവമേ, എണ്ണിയാലൊതുങ്ങിടുമോ? പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രൈസ് ദി ലോർഡ്. ഈ നാളുകളിൽ നമ്മിൽ പലരും വിഷമിക്കുന്ന 3 കാര്യങ്ങൾ. ഒന്നാണ് അസ്വസ്ഥത, 2 ഭയം, 3 ഏകനാണ് എന്ന ഒരു തോന്നൽ. ടെൻഷൻ, ഫിയർ, ഫീലിംഗ് ഓഫ് ബീയിങ് ഓർഫൻഡ്. പല ആളുകളും സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന ഒരു വാക്കാണ് ടെൻഷൻ. ജോലിയിൽ ടെൻഷൻ, വീട്ടിൽ ടെൻഷൻ, കൂട്ടായ്മയിൽ ടെൻഷൻ, ഇടവകയിൽ ടെൻഷൻ, ആത്മീയ ജീവിതത്തിൽ ടെൻഷൻ, മക്കളെക്കുറിച്ച് ടെൻഷൻ, മാതാപിതാക്കളെക്കുറിച്ച് ടെൻഷൻ. ഇങ്ങനെ എല്ലാ സമയവും എന്ന പോലെ സംസാരിക്കപ്പെടുന്ന ഒരു വിഷയമാണ് അസ്വസ്ഥത. 2 ഭയം. രോഗത്തെക്കുറിച്ച് ഭയം, ജോലി പോകുമോ എന്നതിനെക്കുറിച്ച് ഭയം, മക്കളുടെ ഭാവി എന്തായിത്തീരും എന്നതിനെക്കുറിച്ച് ഭയം, ഞാൻ മരിച്ചുപോയാൽ മറ്റുള്ളവരെങ്ങനെ ജീവിക്കും എന്നുള്ള ഭയം. മരണഭയം ഒത്തിരി പേരെ ഇന്ന് അലട്ടുന്ന ഒന്നാണ്. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവർ പോലും മരിക്കാൻ ഭയക്കുന്നവരാണ്. 3ാമത്തെ കാര്യമാണ് ഞാൻ ഏകനാണ് എന്നുള്ള ഒരു തോന്നൽ. വീട് പണിയുമ്പോൾ ഞാൻ ഏകനാണ്, റിട്ടയറായി കഴിഞ്ഞാൽ ഞാൻ ഏകനാണ്, വൃദ്ധനായി മാറിയാൽ ഞാൻ ഏകനാണ്, എനിക്കൊരു രോഗം വന്നാൽ ഞാൻ ഏകനാണ്, എൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഒരു കുറവ് വന്നാൽ സംഭവിച്ചാൽ ഞാൻ ഏകനാണ്, മക്കളെയൊക്കെ കെട്ടിച്ച് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏകനാണ്. ഈ 3 പ്രശ്നങ്ങളാണ് ഇന്ന് മിക്കവാറും നാം കണ്ടുവരുന്ന കാര്യങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 18-ാമത്തെ വാക്യം കർത്താവ് വളരെ വ്യക്തമായി നമ്മോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഐ വിൽ നോട്ട് ലീവ് യു ഓർഫൻഡ്. നീ ഒറ്റയ്ക്കല്ല. ഞാൻ ജനിച്ചത് തന്നെ, യേശു കർത്താവ് ജനിക്കുന്നതിന് മുമ്പുള്ള ആ സന്ദേശം തന്നെ ഇതായിരുന്നു: കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ദൈവം നമ്മോടുകൂടെ എന്ന് അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ഏതവസ്ഥയിലും ഏത് നിമിഷവും നമ്മോടൊത്ത് ജീവിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ആ ദൈവമാണ് പറയുന്നത്, വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുകയാണ്. യോഹന്നാൻ 14:18, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല.
വീണ്ടും 14:28 ഇങ്ങനെയാണ് പറയുക, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. നിങ്ങൾ ഒരു കാരണവശാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ടെൻഷൻ അനുഭവിക്കേണ്ട ഒരാവശ്യവുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രശ്നം നാം ഒന്നുകിൽ ഈ വചനം കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ഈ വചനം മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കത്തക്ക രീതിയിൽ നാം ദൈവത്തിൻ്റെ റേഞ്ചിൽ അല്ല. ഈ ദിവസങ്ങളിലൊക്കെ മൊബൈലിൽ നാം പലപ്പോഴും ചിലരെയൊക്കെ നമ്മൾ ശ്രമിക്കുമ്പോൾ, അവരെ വിളിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്കൊരു സന്ദേശം ലഭിക്കും, നിങ്ങൾ വിളിക്കുന്ന ആൾ പരിധിക്ക് പുറത്താണ്. ദൈവത്തിൻ്റെ പരിധിക്കുള്ളിൽ നിൽക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾക്ക് കേൾക്കാൻ സാധിക്കുക, അത് വിശ്വസിക്കാൻ സാധിക്കുക, അത് നമ്മിൽ ജീവൻ പ്രാപിക്കുക. W.B. Yeats എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് കവി ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് എന്ന ആ പദ്യത്തിൽ ഇങ്ങനെയാണ് എഴുതി വെച്ചത്, ദ ഫോൾക്കൺ കനോട്ട് ഹിയർ ദ ഫോൾക്കണർ, ദ ഫോൾക്കൺ കനോട്ട് ഹിയർ ദ ഫോൾക്കണർ. ഫോൾക്കൺ എന്ന് പറയുന്നത് ഗരുഡനെ പോലെയുള്ള വലിയ ഒരു പക്ഷിയാണ്. യൂറോപ്പിൽ, പ്രത്യേകിച്ച് സ്പെയിനിൽ ഫോൾക്കൺട്രി എന്ന് പറയുന്ന ഒരു ഗെയിം തന്നെയുണ്ട്. അതിൽ പലരുണ്ടാകും മത്സരിക്കാനായിട്ട്. എല്ലാവരുടെ കയ്യിലും ഓരോ ഫോൾക്കൺസ് വീതമുണ്ടാകും. അവരുടെ സമയമായി കഴിഞ്ഞാൽ ആ കയ്യിലിരിക്കുന്ന ഫോൾക്കൺ പക്ഷിയെ മുകളിലേക്ക് വിടുകയാണ്. ആ മുകളിലേക്ക് പോകുന്ന പക്ഷി ഒരു പ്രത്യേക വട്ടത്തിൽ ഇങ്ങനെ കറങ്ങി 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 മുകളിലേക്ക് പോകും. ആ പ്രത്യേക വട്ടമാണ് ഈ പക്ഷിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ട്രാക്ക്. പക്ഷെ ചില സമയങ്ങളിൽ ഈ ട്രാക്ക് തെറ്റിപ്പോകുന്നു എന്ന് ഈ ഫോൾക്കണറിന്, അതായത് ഈ ഫോൾക്കണിനെ ട്രെയിൻ ചെയ്യിക്കുന്ന ആൾക്ക് തോന്നിയാൽ അദ്ദേഹം ചില ശബ്ദങ്ങൾ പുറപ്പെടുവിക്കും. ആ ശബ്ദങ്ങൾ കേട്ട് തിരിച്ചറിഞ്ഞ് ആ ഫോൾക്കൺ ട്രാക്ക് തെറ്റിപ്പോയി എങ്കിൽ തിരിച്ച് അതേ ട്രാക്കിലേക്ക് വരും. പക്ഷേ ഈ ഫാൾക്കണറിൻ്റെ ശബ്ദം കേൾക്കാൻ സാധിക്കാത്ത വിധം ഉയരത്തിലാണ് ഫാൾക്കൺ പറക്കുന്നത് എങ്കിൽ ഈ സ്വരം കേൾക്കാനായിട്ട് സാധിക്കാതെ പോകുന്നു. ഫാൾക്കൺ ട്രാക്ക് മാറി പറന്നുയരാൻ ശ്രമിക്കുന്നു, അവന് സമ്മാനം ലഭിക്കാതെ പോകുന്നു. ഇന്നത്തെ ശാസ്ത്രത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന നമുക്കൊക്കെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം ഇതാണ്, ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ സാധിക്കാത്ത വിധത്തിൽ നാം ഒക്കെ ഉയർന്നു പറന്നുകൊണ്ടിരിക്കുകയാണ്. മകനെ, മകളെ, നിന്റെ ട്രാക്ക് തെറ്റിപ്പോയിരിക്കുന്നു, നിനക്ക് ട്രാക്ക് തെറ്റാനുള്ള സാധ്യതകളുണ്ട് എന്നൊക്കെ ദൈവം പലപ്പോഴും പലരിലൂടെയും പല സാഹചര്യങ്ങളിലൂടെയും സംഭവങ്ങളിലൂടെയും ഒക്കെ നമ്മോട് സംസാരിക്കുമ്പോഴും നമുക്ക് അത് കേൾക്കാൻ സാധിക്കാതെ വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ നിമിഷം 3 വചനങ്ങൾ, ദൈവവചനങ്ങൾ നമുക്ക് ധ്യാന വിഷയമായിട്ടെടുക്കാം. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും ഭയവും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ കരകയറും? ഈ രോഗത്തിൽ നിന്ന് എങ്ങനെ ഒരു സൗഖ്യം ലഭിക്കും? ഈ കടബാധ്യത എങ്ങനെ തീരും? ഈ ജോലി എനിക്ക് എങ്ങനെ ലഭിക്കും? ഈ ബന്ധനത്തിൽ നിന്ന് ഞാൻ എങ്ങനെ കരകയറും എന്നൊക്കെ നാം ചോദിക്കുന്നുണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കും കർത്താവായ ഈശോ വ്യക്തമായ മറുപടി അന്ന് മറിയത്തിന് നൽകിയ അതേ മറുപടി തന്നെയാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 37-ാമത്തെ വാക്യം, ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ദൈവത്തിന് നിന്റെ രോഗം മാറ്റുക സാധ്യമാണ്, നിന്റെ കടബാധ്യത മാറ്റുക സാധ്യമാണ്, നിന്റെ പൈശാചിക ബന്ധനങ്ങളെ മാറ്റുക സാധ്യമാണ്, ചീത്ത കൂട്ടുകെട്ടിൽ നിന്ന് മോചനം തരിക സാധ്യമാണ്. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നും തന്നെ ഇല്ല. പക്ഷേ നമുക്ക് സംഭവിക്കുക, നാം മറ്റുള്ളവരിലേക്ക്, മറ്റ് ടെക്നോളജിയിലേക്ക്, ശാസ്ത്രത്തിലേക്കൊക്കെ തിരിഞ്ഞ് അതിനെ ആശ്രയിച്ചു പോകുമ്പോൾ ഒരു പക്ഷേ നമുക്ക് തന്നെ തിരുത്താൻ സാധിക്കുന്ന മേഖലകളിൽ പോലും നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ പോകുന്നു. അതുകൊണ്ടാണ് കർത്താവ് 2-ാമത്തെ വചനം ഇവിടെ പറയുക, യോഹന്നാൻ്റെ സുവിശേഷം
15:5 എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല. പത്രോസിനെ വ്യക്തമായിട്ട് കർത്താവ് ഈ പാഠം പഠിപ്പിച്ചതാണ്. പത്രോസ് 3-3.5 വർഷം കർത്താവിൻ്റെ കൂടെ നടന്നു, അത്ഭുതങ്ങൾ കണ്ടു, എല്ലാ കാര്യങ്ങളും സ്വയമായിട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. കർത്താവ് മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, പത്രോസിനും കൂട്ടർക്കും പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ടും പത്രോസ് ആ പഴയ പണിക്ക് പോയി. അവൻ മീൻ പിടിക്കാനായിട്ട് പോയി. പക്ഷേ പ്രിയപ്പെട്ടവരെ, അന്ന് രാത്രിയിൽ ഏറ്റവും വലിയ മുക്കുവനായ പത്രോസിന്, ഗലീലി തടാകത്തിൻ്റെ ഓരോ ഇഞ്ചും നന്നായിട്ട് അറിയാവുന്ന പത്രോസിന്, എവിടെ എപ്പോൾ എങ്ങനെ വല വീശിയാൽ ഏത് തരം മത്സ്യം ലഭിക്കും എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന പത്രോസിന് ഒരു ചെറു മീനെ പോലും പിടിക്കാനായിട്ട് സാധിച്ചില്ല. കർത്താവ് അവനെ ഓർമ്മിപ്പിച്ചു, എന്നെ കൂടാതെ നിനക്ക്, മുക്കുവനായ നിനക്ക് ഒരു ചെറുമീനെ പോലും പിടിക്കാനായിട്ട് കഴിയില്ല. പീറ്റർ, യു ആർ യൂസ്ലെസ് വിത്തൗട്ട് മീ. പ്രിയപ്പെട്ടവരെ, 3-ാമത്തെ വചനമാണ് മർക്കോസിൻ്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം. വിശ്വസിക്കുന്നവന് എല്ലാം സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ നിമിഷം നിങ്ങളുമായിട്ട് വചനം പങ്കുവയ്ക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഇത് എൻ്റെ 2ാം ജനനമാണ്. 2013 ഫെബ്രുവരി 12-ാം തീയതി 90 കിലോമീറ്റർ സ്പീഡിൽ ഞാൻ ഓടിച്ച വണ്ടി ഒരു ട്രെയിലറുമായിട്ട് നേരെ ചെന്ന് ഇടിക്കുകയും അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഈ കൈ ഒടിഞ്ഞു പോകുകയും എൻ്റെ ചെറിയ കുടലിൽ ഏകദേശം 6 സെൻറ്റിമീറ്റർ ചതഞ്ഞ് അരഞ്ഞു പോവുകയും ചെയ്തു. ഞാൻ ഒമാനിലുള്ള നിസ്വയിലാണ് ആ സമയം താമസിക്കുക. ഒരു രാത്രിയിലാണ് അത് സംഭവിക്കുക. ഞാൻ അങ്ങനെ അവിടെ ഹോസ്പിറ്റലിലേക്ക് വന്നു. ഒരു 10-15 ദിവസം അവർ പലവിധ ചികിത്സാ രീതികളുമൊക്കെ എൻ്റെ ശരീരത്തിന്മേൽ പരീക്ഷിച്ചു. ഞാൻ തിരിച്ച് കഴിയാതെ വന്നപ്പോൾ നാട്ടിലേക്ക് വന്നു. നമ്മുടെ കൊച്ചിയിലുള്ള ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടെ സീനിയർ സർജൻസ്, സ്പെഷ്യലിസ്റ്റ് സർജൻസ് എല്ലാം കണ്ടിട്ട് പറഞ്ഞു, ഇത് ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ. ഈ ചെറിയ കുടലിൻ്റെ 6 ഇഞ്ച് ചതഞ്ഞു പോയ അത്രയും ഭാഗം മുറിച്ച് മാറ്റി നിങ്ങൾക്ക് കൂട്ടി യോജിപ്പിക്കാൻ മാത്രമാണ് ഒരു പ്രതിവിധി. ഞാൻ അന്നൊരു ഞായറാഴ്ചയാണ്. കാലത്ത് തന്നെ അവിടുത്തെ സിസ്റ്റർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന് കുർബാന സ്വീകരിക്കാനുള്ള സൗകര്യം ഇവിടെ കിടക്കുന്ന രോഗികൾക്കുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷമായി. ഞാനന്ന് കുർബാന സ്വീകരിച്ചു. കുർബാന സ്വീകരിച്ചതിന് ശേഷം ഞായറാഴ്ച മറ്റ് ഡോക്ടേഴ്സ് ഒന്നും വരികയില്ല. തിങ്കളാഴ്ച ഒരു കൂട്ടം ഡോക്ടേഴ്സ് വന്നു. അവർ പറഞ്ഞു, നമുക്ക് ഓപ്പറേഷൻ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ നടത്താം. ആ തിങ്കളാഴ്ച രാത്രിയിൽ ഏകദേശം ഈവനിങ്ങിൽ ഒരു 5:30-6 മണിയായപ്പോൾ മറ്റൊരു പറ്റം ഡോക്ടേഴ്സും കൂടെ എൻ്റെ അരികെ വരികയുണ്ടായി. അവർ വേറൊരു രീതിയിൽ എന്നെ കണ്ടു, എന്നെ നോക്കി. അതിനുശേഷം അവർ പറഞ്ഞു, ഒരു CT കൂടെ ചെയ്യണം, അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം, എന്തായാലും ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ എന്ന്. ആ രാത്രിയിൽ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവിടെയുള്ള ഷാലോം TV ടെലിവിഷനായിരുന്നു എപ്പോഴും എൻ്റെ റൂമിൽ ഉണ്ടായിരുന്നത്. ഞാനും എൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു റൂമിൽ. ഞങ്ങൾ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആ രാത്രിയിൽ പ്രത്യേകിച്ച് ഞാൻ എൻ്റെ കർത്താവിനോട് ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത്, ഓപ്പറേഷൻ എങ്കിൽ ഓപ്പറേഷൻ. പക്ഷേ 17 ദിവസമായി ഞാൻ ഈ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. നിസ്വയിലുള്ള ഹോസ്പിറ്റലിലും ഇവിടെയുമായിട്ട് 17 ദിവസം ആഹാരം ഒന്നും കഴിക്കാതെ വെറും ട്രിപ്പിൻ്റെ സപ്പോർട്ടിൽ കിടക്കുകയാണ്. എനിക്ക് നാളെ കാലത്ത് ഒരു ഉത്തരം കിട്ടിയിരിക്കണം. നീ എന്നെ സൗഖ്യപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു എങ്കിൽ, അതാണ് നിൻ്റെ ഇഷ്ടമെങ്കിൽ ഈ രാത്രിയിൽ അത് സംഭവിക്കണം. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കണ്ണടച്ചു. എനിക്കൊരു ദർശനമുണ്ടായി. ആ രാത്രിയിൽ ക്രൂശിതനായ കർത്താവിൻ്റെ മുൾമുടി വച്ചിരിക്കുന്ന ആ ശിരസിൽ നിന്ന് ഇതാ ഒരു തുള്ളി തിരുരക്തം ഇങ്ങനെ താഴേക്ക് വീഴുകയാണ്. ഞാനത് എൻ്റെ വായിൽ സ്വീകരിക്കുന്നു. അത് എൻ്റെ കുടലിലേക്ക് പോകുന്നതായിട്ട് ഞാനിങ്ങനെ കാണുകയാണ്.
അത് ആ ചതഞ്ഞരഞ്ഞ ഭാഗത്തിൻ്റെ ഉള്ളിലൂടെ അതിനെ തുറന്നു വിട്ട് അതിനെ സൗഖ്യപ്പെടുത്തിക്കൊണ്ട് അതിങ്ങോട്ട് മുമ്പോട്ട് പോയി. ഞാൻ കർത്താവിനെ സ്തുതിച്ചു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു. പിറ്റേ ദിവസം വേറൊരു ഡോക്ടർ വന്നു. അദ്ദേഹം എന്നെ ചെക്ക് ചെയ്തു. എൻ്റെ എല്ലാ കാര്യങ്ങളും ചാർട്ടെടുത്ത് നോക്കി പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തിന് ഓപ്പറേഷൻ കൂടാതെ തന്നെ സൗഖ്യപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട്, അതിനാണ് കൂടുതൽ ചാൻസ് എന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സ് അപ്പോഴും പറഞ്ഞിരുന്നു, ഐ ആം ഓൾറെഡി ക്യൂവേർഡ് എന്ന്. അങ്ങനെ 2 ദിവസത്തിന് ശേഷം ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് വെറും കുറച്ച് മരുന്നുകൾ മാത്രമായിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. 1-2 മാസത്തിന് ശേഷം ഞാൻ നോർമലായ ഒരു വ്യക്തിയായിട്ട് മാറി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. വിശ്വസിക്കുന്നവന് എല്ലാം സാധിക്കും. യേശുവിനെ കൂടാതെ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നീ ടെൻഷൻ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ, നീ ഭയപ്പെടുന്നുണ്ട് എങ്കിൽ, നീ ഏകനാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ, ഇന്ന് പങ്കുവയ്ക്കപ്പെട്ട സ്വർഗത്തിൻ്റെ ദൂതിൽ വിശ്വസിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 14:18 നിന്നെ ഞാൻ അനാഥനായി വിടുകയില്ല. യോഹന്നാൻ്റെ സുവിശേഷം 14:28 നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ജീവിതത്തെ നാം എപ്പോഴാണോ ദൈവത്തിൻ്റെ പദ്ധതിയായിട്ട് നാം മനസ്സിലാക്കുന്നത്, വിശ്വസിക്കുന്നത്, അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ വചനങ്ങൾ നമ്മിൽ ജീവൻ പ്രാപിക്കുക. ജെറമ്യാ പ്രവചനത്തിൽ 29-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, മകനെ, നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. അത് നിൻ്റെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. പ്രിയപ്പെട്ടവരെ, അതിനോട് ചേർന്ന് വായിക്കണം എഫേസൂസ് 2:10. നീ ദൈവത്തിൻ്റെ കരവേലയാണ്. ദൈവത്തിൻ്റെ എല്ലാ കരവേലകളും മനോഹരമാണ്. ദൈവത്തിൻ്റെ കരവേല ഒരിക്കലും തെറ്റിപ്പോവുകയില്ല. നല്ല പദ്ധതിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിൻ്റെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളാണ് നാം ഓരോരുത്തരും. അങ്ങനെയുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം റോമ 8:28 പറയുകയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. അപ്പോൾ വിശ്വസിക്കുക, ദൈവത്തിന് നമ്മെക്കുറിച്ച്, നമ്മുടെ നല്ല ഭാവിയെക്കുറിച്ചുള്ള മനോഹരമായ ഒരു പദ്ധതിയുണ്ട്. 2, നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ കരവേലയാണ്. 3, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ട, ദൈവത്തെ സ്നേഹിക്കുന്ന നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എന്തുമായിക്കോട്ടെ, ജോലി പോയിക്കോട്ടെ, വീട് മാറിപ്പോയിക്കോട്ടെ, മക്കൾ മരിച്ചു പോയിക്കോട്ടെ, ജീവിത പങ്കാളി നഷ്ടപ്പെട്ടോട്ടെ, ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. പ്രിയ സഹോദര സഹോദരി, നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നീ ഭയപ്പെടുകയും വേണ്ട. ഇമ്മാനുവേലായ ദൈവം നമ്മോടുകൂടെ എപ്പോഴുമുണ്ട്. കർത്താവിൻ്റെ വാഗ്ദാനം അതാണ്. മത്തായിയുടെ സുവിശേഷം അവസാനം ഇങ്ങനെയാണ് പറഞ്ഞത്, യുഗാന്തം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ രൂപത്തിൽ, പരിശുദ്ധ കുർബാനയുടെ രൂപത്തിൽ, ദൈവ വചനത്തിൻ്റെ രൂപത്തിൽ ആ ഇമ്മാനുവേലായ ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നമ്മെ സൃഷ്ടിച്ച് ഉള്ളംകൈയിൽ പേരുകൾ കൊത്തിവെച്ച് പെറ്റമ്മയേക്കാൾ കൂടുതൽ സ്നേഹിച്ച് ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം തന്ന് വ്യക്തിപരമായി നമ്മെ അറിയുന്ന, അനുഗ്രഹിക്കുന്ന, നമ്മെ വഴി നടത്തുന്ന, സംരക്ഷിക്കുന്ന നല്ലവനായ ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ഭയപ്പെടേണ്ട, അനാഥനാണ് എന്ന് ഒരിക്കലും തോന്നണ്ട. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സന്ദേശത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവേ. എന്നെ അലട്ടുന്ന എൻ്റെ ഏകാന്തത, എൻ്റെ ടെൻഷൻ,
എൻ്റെ ഭയം. ദൈവമായ കർത്താവെ, ഈ വചനത്തിൻ്റെ യോഗ്യതയാൽ എന്നെ വിട്ടുപോകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരിലേക്കും ദൈവമേ ഈ വചനത്തിൻ്റെ യോഗ്യത, ഈ വചനത്തിൽ അടങ്ങിയിരിക്കുന്ന വാഗ്ദാനം കടന്നു ചെല്ലട്ടെ, സൗഖ്യം കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അവിടുത്തെ വിമല ഹൃദയത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് കാത്തു സൂക്ഷിക്കണമേ. അവിടുത്തെ തിരുക്കച്ചയാൽ ഞങ്ങളെ ഓരോരുത്തരെയും മൂടി പൊതിഞ്ഞ് കാത്ത് സൂക്ഷിച്ച് സംരക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. പ്രൈസ് ദ ലോർഡ്. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ അമൃതം.